നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ വൈറസ് ലോകമാകമാനം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഓരോ നിമിഷവും മരിച്ചു വീഴുന്നതും രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ ശുഭകരമായ വാർത്തകൾ വരുന്നത് വളരെ കുറവാണ്. അത്തരത്തിലൊരു വാർത്തയുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കൊറോണ വൈറസ് ബാധിച്ച യുവതി ചൈനയിലെ ഹാർബിൻ 6 പീപ്പിൾ ആശുപത്രിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഈ കുഞ്ഞിന് വൈറസ് ബാധ ഇല്ല എന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കുഞ്ഞും അമ്മയും ആശുപത്രിയിൽ സുഖമായി ഇരിക്കുന്നുവെന്നാണ് ചൈനയിൽ നിന്നുള്ള ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് നിലവിൽ 370ഓളം മരണമാണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രോഗം പടർന്നിട്ടില്ല എന്ന വിവരങ്ങൾ ആശുപത്രി അധികൃതർ നൽകുന്നത്. ഇനി ആശുപത്രി അധികൃതരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുലപ്പാലിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെയോ കുഞ്ഞിലേക്ക് രോഗം പടരാനുള്ള സാധ്യതകൾ പാടെ ചെറുക്കുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച മാത്രം 56 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ട വുഹാനിലാണ് ഇത്രയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ മാത്രം 16,400 പേർക്കാണ് വൈറസ് ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യയടക്കം 24 രാജ്യങ്ങളിലായാണ് ബാധ ഇത്രയധികം സ്ഥിരീകരിച്ചത്. ആഗോളതലത്തിൽ ഏകദേശം 17,500ഓളം പേർക്ക് വൈറസ് ബാധിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൽ 2,110 പേരുടെ നില ഇനിയും ഗുരുതരമായി തുടരുകയാണ്. 2002 സാർസ് ബാധിച്ച് 349 പേരാണ് മരണപ്പെട്ടത്. 10 വർഷത്തിനിപ്പുറം സാർസ് ബാധിച്ച മരിച്ചവരെക്കാൾ അധികമായി കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. മരണനിരക്ക് ഇനിയും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയിലെ വിവിധ നഗരങ്ങൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ആളുകളെ വീട്ടിൽ പാർപ്പിച്ചാണ് ചൈന വൈറസിനെ നേരിടുന്നത്. വുഹാൻ ചുറ്റുമുള്ള നഗരങ്ങൾ അടച്ചിട്ട് ജനങ്ങളെ ഒറ്റപ്പെടുത്തി ചൈന വൈറസിനെ നേരിടുകയാണെന്ന വിമർശനം നിലവിൽ ഉയർന്നു കഴിഞ്ഞു. വൈറസിനെ പ്രതിരോധിക്കുവാൻ 50 ലക്ഷത്തിലധികം ആളുകളെയാണ് ചൈന ഐസൊലേഷനിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകളും കഴിയുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ്. വുഹാന് സമീപത്തുള്ള വെൻസു ആണ് അവസാനം അടച്ച നഗരം. വുഹാനിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് വെൻസു സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വീട്ടിൽ നിന്നും ഒരാൾക്ക് ദിവസത്തിൽ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തുപോയി ആവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം മാത്രമാണ് നൽകിയിരിക്കുന്നത്. വുഹാനിൽ ആവശ്യത്തിന് മാസ്കുകളോ പ്രതിരോധ സാമഗ്രികളോ ലഭിക്കുന്നില്ല എന്നും പരാതികൾ ഉയർന്നു കഴിഞ്ഞു. കൊറോണ ബാധിതരെ ചികിത്സിക്കുന്ന ആശുപത്രിയിലടക്കം ആവശ്യ സാധനങ്ങൾ ലഭിക്കാത്ത ഈ സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു വസ്തുത. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ലോകത്തെ ആകെ ഇത്തരത്തിൽ ഭീതിയിലാകുമ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ടതെന്നും ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുകയാണ്. ചൈനീസ് ഭക്ഷണത്തെ പോലും ആളുകൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ചൈനീസ് ഭക്ഷണത്തെ ഭയക്കേണ്ടതില്ല എന്നാണ് യാഥാർത്ഥ്യം. ചൈനീസ് ഭക്ഷണം കഴിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ലോക ആരോഗ്യ സംഘടനകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, എങ്ങനെയൊക്കെയാണ് വൈറസ് പടരുന്നത് എന്ന കാര്യവും WHO വെബ്സൈറ്റിലും നൽകിയിട്ടുണ്ട്. അതിന് എവിടെയും ചൈനീസ് ഭക്ഷണത്തെക്കുറിച്ച് യാതൊരു കാര്യവും പറയുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. 2019 വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ആണ് മറ്റേത് രോഗാണുവിനേക്കാളും വേഗത്തിൽ പടർന്നതെന്നും ഏറ്റവും മാരകമായ വൈറസ് ആണ് ഇതുമെന്നുമൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതും പൂർണ്ണമായും തെറ്റാണെന്നും ലോക ആരോഗ്യ സംഘടന പറഞ്ഞു. മറ്റേതെങ്കിലും അധികാരികതയുള്ള വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ ഇവ മനസ്സിലാവുകയും ചെയ്തു. പുതിയ കൊറോണയേക്കാൾ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു സംഭവമായിരുന്നു മിസിൽസ്. എന്നാൽ ഭൂരിഭാഗം ജനങ്ങളും വാക്സിനേഷൻ എടുത്തതിനാലാണ് മിസിൽസ് വേഗത്തിൽ പ്രാപിക്കാതിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി രോഗവാർത്തകൾ ലോകത്തിന്റെ നാനാ സൈഡുകളിൽ നിന്ന് വരുമ്പോൾ കൊറോണ വൈറസ് ബാധിച്ച യുവതി ചൈനയിലെ ഹാംബിൽ രോഗമില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രതീക്ഷയേകുന്ന ഒരു വാർത്ത. ആശുപത്രി അധികൃതർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചതും. കുഞ്ഞും അമ്മയും സുഖമായി ഇരിക്കുന്നതായും ചൈനയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു ആശ്വാസമാണ് തോന്നുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.